അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ യൂണിറ്റിലുടനീളം നമ്മൾ പഠിക്കാൻ പോകുന്നത് കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ പോയം. അതൊരു പോയമാണ് ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ എസ്.ടി. കോൾറിഡ്ജ്. ഓക്കെ, എസ്.ടി. കോൾറിഡ്ജ് ആണ് കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ ഈ പോയം എഴുതുന്നത്. ഈ കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ ഈ പോയത്തിൽ അടങ്ങിയിട്ടുള്ള സമ്മറീസും അതേപോലെ തന്നെ എന്താണ് ആ കുബ്ലാ ഖാന്റെ മെയിൻ തീം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് സാമുവൽ ടെയ്ലർ കോൾറിഡ്ജ് അഥവാ എസ്.ടി. കോൾറിഡ്ജ് ആണ് കുബ്ലാ ഖാൻ എന്ന പോയം എഴുതുന്നത്. ഇത് എഴുതി തുടങ്ങിയത് 1797 കാലഘട്ടത്താണെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1816 കാലഘട്ടത്താണ്. മനസ്സിലായല്ലോ? സോ അത്രയും ദൈർഘ്യമേറിയ വളരെ ദൈർഘ്യത്തോടു കൂടി തന്നെ എഴുതിയ ഒരു പോയമാണ്. വളരെ ഫേമസ് ആയ എസ്.ടി. കോൾറിഡ്ജിന്റെ മറ്റുള്ള പോയംസ് പോലെ തന്നെ അത്രയേറെ ഫേമസ് ആയ ഒരു പോയം കൂടിയാണ് എന്ത്, കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ ഈ പോയം ആക്ച്വലി ഒരുപാട് ലൈക്ക് ഡ്രമാറ്റിക് തീംസുകൾ അടങ്ങിയിട്ടുള്ള ഒരു പോയമാണ്. മാത്രമല്ല ഒരുപാട് പോയറ്റിക് ഡിവൈസസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഇമാജിനറി പോലുള്ള ഒരുപാട് അത്തരത്തിൽ മിസ്റ്ററി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണിത്. മാത്രമല്ല നേച്ചർ, പ്രകൃതിയുടെ ബ്യൂട്ടി നേച്ചേഴ്സ് ബ്യൂട്ടി ഒക്കെ ഒരുപാട് ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു പോയം കൂടിയാണ് എസ്.ടി. കോൾറിഡ്ജിന്റെ കുബ്ലാ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുബ്ലാ ഖാൻ എന്ന പോയത്തിലെ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ തുടങ്ങുന്നത് ഒരു മംഗോളിയൻ എംപറർ ആയ കുബ്ലാ ഖാൻ. ആരാണ് കുബ്ലാ ഖാൻ? ആരാണ്? ഒരു മംഗോളിയൻ എംപറർ ആണ്. ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലഷർ ആയിട്ടുള്ള ഒരു പാലസ്, കൊട്ടാരം കെട്ടാന് എന്ത് കൊടുക്കുകയാണ്? കൽപ്പന കൊടുക്കുകയാണ്. ഒരു കൊട്ടാരം കെട്ടാൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊട്ടാരം. ആ കൊട്ടാരം എവിടെയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആൽഫ എന്ന പേരുള്ള ഒരു നദീ തീരത്താണ് കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ എംപറർ ഈ പാലസ് കെട്ടാനായിട്ട് കൽപ്പന കൊടുത്തത്. മാത്രമല്ല ഈ നദി എന്ന് പറയുന്നത് എവിടേക്ക് ഒഴുകി പോകുന്നതാണ്? ഒരുപാട് ഗുഹകളുടെ ഉള്ളിലോട്ട്, അതായത് എണ്ണത്തിൽ കൂടിയ ഒരുപാട് എണ്ണമുള്ള ഗുഹകളുടെ ഇടയിലൂടെ ഒക്കെ ഒഴുകുന്ന ഒരു നദിയാണ് ഇത് ആൽഫ റിവർ. മനസ്സിലായി? ആൽഫ നദി. മാത്രമല്ല എന്നിട്ട് ആ നദി അവസാനം എവിടെ പോയി കൂടിയെത്തും? സൺലെസ് സീ. ഓക്കെ, എന്താണ്? സൂര്യൻ ഇല്ലാത്ത അഥവാ സൂര്യന്റെ രശ്മികൾ തട്ടാത്ത സീയിലോട്ടാണ് ഈ റിവർ, ഈ ആൽഫ എന്ന് പറഞ്ഞ നദി എത്തിച്ചേരുന്നത്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നദീതീര അല്ലെങ്കിൽ ഇതിന്റെ പരിസരത്തുള്ള ഭൂമിയുടെ പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ നദിയുടെ എല്ലാ ഭാഗത്തും എന്താണ്? ഫെർട്ടൈൽ ലാൻഡ്സ് ആണ് കാണുന്നത്. എന്താണ്? ഫെർട്ടൈൽ, ഭയങ്കര ഫലഭൂയിഷ്ഠമായ മണ്ണാണ് നമുക്ക് ഇതിന്റെ നദീതീരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിന്റെ ചുറ്റിലും എന്താണ്? ഒരുപാട് ഭംഗിയേറിയ വാൾസും, അതായത് ചുമരുകളും അതേപോലെ തന്നെ ടവറുകളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇതൊന്നും കൂടാതെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസ്. എന്താ ഗാർഡൻസ്? പൂന്തോട്ടങ്ങളും കുബ്ലാ ഖാനിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഗാർഡനിലുള്ള ട്രീസ് എപ്പോഴും ബ്ലൂംഡ് ആയിരിക്കും. ഈ പൂന്തോട്ടത്തിലുള്ള മരങ്ങൾ എപ്പോഴും ബ്ലൂം ചെയ്ത് ഭയങ്കര ഫ്രഷ് ആയിട്ടായിരിക്കും എപ്പോഴും നിൽക്കുക. മാത്രമല്ല ആ പൂന്തോട്ടം നിറയെ ഫ്രാഗ്രന്റ് സ്മെല്ല്, അതായത് സുഗന്ധമുള്ള സ്മെല്ല് കൊണ്ട് ആ ഗാർഡൻ എപ്പോഴും നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സ്ഥലം they are blessed with forest also. ഓക്കെ, വനപ്രദേശം കൂടിയാണ്. ഓക്കെ, ഒരുപാട് മരങ്ങൾ എല്ലാം തന്നെ ഈ പ്രദേശത്തിന്റെ അടുത്ത് ഉണ്ട്. മനസ്സിലായല്ലോ? ആ ഭാഗത്തൊക്കെ എന്താണ്? അതായത് അത്രയും പച്ചപ്പ് നിറഞ്ഞ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ
ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഈ കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ പോയമിന്റെ ആദ്യത്തെ സ്റ്റാൻസയിൽ കാണാനായിട്ട് സാധിക്കും. ഇതിനെ തുടർന്ന് തന്നെ വരികയാണ് രണ്ടാമത്തെ സ്റ്റാൻസ അല്ലെ. സോ ഇത് നോക്കാവുന്ന രണ്ടാമത്തെ സ്റ്റാൻസയിൽ കുബ്ലാ ഖാന്റെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനെ തുടർന്ന് തന്നെ കവി എന്ത് ചെയ്യുകയാണ്, ഈ സ്റ്റാൻസയിൽ കുറച്ചുകൂടി റൊമാൻറ്റിക് ആവുകയാണ് കവി ചെയ്യുന്നത്. അതായത് പച്ച കുന്നുകളും അതേപോലെ തന്നെ മരങ്ങൾ, അതായത് ദേവദാരു മരങ്ങളും കാണുന്ന പോയറ്റ്, അതായത് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഈ മരങ്ങളും കുന്നുകളും കാണുന്ന പോയറ്റ് ഒരല്പം എന്താവുകയാണ്, റൊമാൻറ്റിക് ആയി മാറുകയാണ്. മനസ്സിലായല്ലോ. മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞില്ല, അതായത് പച്ച പരവതാനി വിരിച്ച കുന്നുകൾ എല്ലാം തന്നെ കാണുമ്പോൾ കവി റൊമാൻറ്റിക് ആവുന്നുണ്ടെങ്കിലും കവി ഇവിടെ എന്താണ് ഈ സ്ഥലത്തിന് ഉദ്ദേശിക്കുന്നത്, സേവേജ് പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. എന്താണ് ഈ സേവേജ് പ്ലേസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു നിഗൂഢമായ സ്ഥലത്തെ പോലെ, അതേപോലെ തന്നെ ഒരു ഭയങ്കര ഒരു പ്രശ്നമേറിയ ഒരു സ്ഥലത്തെ പോലെയാണ് ഇവിടെ കവി ഈ ഒരു സ്ഥലത്തെ നോക്കി കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഈ ഒരു ബ്യൂട്ടി കാണുന്നതിനോടൊപ്പം തന്നെ കവിക്ക് എന്തും കൂടി ഓർമ്മ വരികയാണ്, ഒരു സ്ത്രീയുടെ കരച്ചിലാണ് ഇവിടെ കവിക്ക് ഓർമ്മ വരുന്നത്. ഈ സ്ത്രീ എന്തു ചെയ്യുമായിരുന്നു, ഇവിടെ ഇരുന്ന് രാത്രി, അതായത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ തന്റെ ഡീമണായ ലവറിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ തന്റെ ഒരു ഡീമണായ, അല്ലെങ്കിൽ ഡീമൺ എന്ന് നമ്മൾ പറഞ്ഞ എന്തിനാ, അതായത് ഒരു മോൺസ്റ്ററിന്റെ പോലെയുള്ള രൂപമൊക്കെ കേട്ടോ. ഓക്കെ. സോ രാക്ഷസനായ തന്റെ പ്രിയതമനെ ഓർത്തുകൊണ്ട് ഈ സ്ത്രീ എപ്പോഴും ഈ ഭാഗത്തിരുന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നത്രേ, നിലാവിന്റെ വെളിച്ചത്തിൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നത്രേ. അപ്പോൾ ഈ ഒരു വശ്യമായ സൗന്ദര്യം കവി ആസ്വദിക്കുന്നുണ്ടെങ്കിലും കൂടെ തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു തീമാണ് കവിയുടെ മനസ്സിലേക്ക് എന്ത് ചെയ്തു വരുന്നത്, കടന്നു വരുന്നത്. മനസ്സിലായല്ലോ. ഇതാണ് ഈ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല സിഗ്സാഗ് എന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദി നിരവധി ഗുഹകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലുള്ള പ്രതിപാദന, അതായത് ഇത്തരത്തിൽ നേച്ചറിനെ, പ്രകൃതിയെ വർണ്ണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ സ്റ്റാൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നദി ഒഴുകുന്നതിന്റെ അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ കുബ്ലാ ഖാൻ എന്തോർത്തു പോവുകയാണ്, യുദ്ധത്തിനെ കുറിച്ചുള്ള തന്റെ പൂർവികരുടെ പ്രവചനമാണ് ഇവിടെ കുബ്ലാ ഖാൻ ഓർത്തു പോകുന്നത്. മനസ്സിലായല്ലോ. എന്നിട്ട് ഇതിനെ തുടർന്ന് തന്നെ കുബ്ലാ ഖാൻ എന്താലോചിക്കുകയാണ്, അതായത് വെയിൽ കൊണ്ട്, അതായത് തിളങ്ങി നിൽക്കുന്ന സണ്ണി ആയിട്ടുള്ള കൊട്ടാരവും അതേപോലെ തന്നെ ഐസ് മൂടിയ ഗുഹകളും ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്നത് വളരെ വലിയ അത്ഭുതം തന്നെ എന്നുകൂടി ഇവിടെ കുബ്ലാ ഖാന് ആലോചിച്ചു പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മുഴുവനായിട്ടും രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ തുടർന്ന് തന്നെ വരുന്നതാണ് കുബ്ലാ ഖാന്റെ മൂന്നാമത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുബ്ലാ ഖാൻ തന്റെ സ്വപ്നത്തിൽ ഒരു കന്യകയായ ഒരു സ്ത്രീ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇവിടെ കുബ്ലാ ഖാൻ തന്റെ സ്വപ്നത്തിൽ കാണുന്നത്. ഈ സ്ത്രീ വായിക്കുന്നത് മൗണ്ട് അഗോറ എന്ന് പറഞ്ഞ ഒരു ട്യൂണാണ് ഈ സ്ത്രീ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൊണ്ട് വായിച്ചു പോകുന്നത്. മനസ്സിലായല്ലോ. ആ ട്യൂണ് കുബ്ലാ ഖാൻ തന്റെ സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം കുബ്ലാ ഖാൻ എന്താലോചിക്കുകയാണ്, ഈ സ്ത്രീ വായിച്ച ഈ ഒരു ടോണ് അല്ലെങ്കിൽ ഈ ഒരു സീന് ഒരു വട്ടം കൂടി തന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് അതിമനോഹരമായിരിക്കും എന്ന് കുബ്ലാ ഖാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ആലോചിച്ചു പോവുകയാണ്. ഇതിനെ തുടർന്ന് തന്നെ കുബ്ലാ ഖാൻ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. എന്താണ്, താൻ ആഗ്രഹിക്കുന്ന ഭയങ്കര പ്ലഷർ ആയിട്ടുള്ള പാലസ് താൻ പറഞ്ഞിരുന്നല്ലോ താൻ വലിയൊരു കൊട്ടാരം കെട്ടണം എന്ന് നല്ല ഭംഗിയുള്ള കൊട്ടാരം. സോ തനിക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇത്ര മനോഹരമായ സ്ഥലത്ത് എന്ത് കെട്ടാൻ സാധിക്കും, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലസ് കെട്ടാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ആര് പറയുന്നത്, കുബ്ലാ ഖാൻ. മാത്രമല്ല അവന്റെ കണ്ണുകൾ, അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ, ആരുടെ തിളങ്ങുന്ന കണ്ണുകൾ, അവിടെ കൊട്ടാരത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ ആരെയും ആകർഷിക്കുന്നതായി മാറുമെന്നും ഇവിടെ കുബ്ലാ ഖാൻ പറയുന്നതാണ്. മനസ്സിലായ
ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ കുബ്ലാ ഖാൻ എന്ത് ചെയ്യുകയാണ്? തനിക്ക് ചുറ്റും 3 സർക്കിളുകൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുകയാണ്? ആവശ്യപ്പെടുകയാണ്. മനസ്സിലായല്ലോ? ഇത്രയും സന്ദർഭങ്ങളാണ് നമുക്ക് നമ്മുടെ 3ാമത്തെ സ്റ്റാൻസയിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല അവൻ തേൻ മഞ്ഞും പറുദീസ പാലും കഴിച്ചതിനാൽ, അല്ലെ, മഞ്ഞും അതേപോലെ തന്നെ പറുദീസ സ്വർഗത്തിലെ പാലും കഴിച്ചതിനാൽ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ബഹുമാനവും ഭയവും നിമിത്തം അവർ കണ്ണുകൾ അടച്ചു. ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടി കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ പോയം എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുകയാണ്. കുബ്ലാ ഖാൻ എന്ന് പറഞ്ഞ പോയം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ അപ്രിസിയേഷൻസ് എഴുതുക. മനസ്സിലായ ഇതിൽ ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ഒന്നാണ് അപ്പോസ്ട്രോഫിൽ. ഏതാണ്? അപ്പോസ്ട്രോഫിൽ. അപ്പോസ്ട്രോഫിലുകളുടെ ഉപയോഗം ഒരുപാട് നമുക്ക് ഈ പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഞാൻ ഇനി ആ പോയം ഒന്നെടുത്ത് വായിച്ചു നോക്കുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കുബ്ലാ ഖാൻ. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിലോട്ട് കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.